ഞാൻ ചോദിക്കുന്ന, ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കേസിലെ ഇരയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയാൽ അകത്തു പോകുമെന്ന് മനസ്സിലായോ രാഹുൽ ഈശ്വറിനും താങ്കൾക്കും അടക്കമുള്ളവർക്ക്? ഈ രാജ്യത്ത് നിയമം എന്താണെന്ന് ന്യായമായിട്ടും ആ ഇര എന്ന് പറയാൻ പറ്റില്ല. ഇര എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇരകൾ, യഥാർത്ഥ ഇരയ്ക്ക് പോലും നീതി കിട്ടാത്ത നിങ്ങളുടെ സിദ്ധാന്തമാണ്. ഒരാൾ പരാതി കൊടുത്ത, ഒരു വനിത സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പരാതി കൊടുത്താൽ അവരെ ഈ നിയമം പരിഗണിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ മേലെ കൂടി ചാടി ഇല്ല ഞാൻ വെളിപ്പെടുത്തി കളയും, പോരാടിക്കളയും എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ട തിന്നേണ്ടി വരും. അദ്ദേഹം വെളിപ്പെടുത്തിയില്ലല്ലോ. രാഹുൽ ഈശ്വർ എവിടെയാണ് വെളിപ്പെടുത്തിയത്? രാഹുൽ ഈശ്വർ ഒന്നും പേര് പറഞ്ഞിട്ടില്ല, ഫോട്ടോ പുറത്ത് വിട്ടിട്ടില്ല, മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ ഇര എന്ന് പറയുന്ന, അതിജീവിത എന്ന് പറയുന്ന സ്ത്രീയും തെറ്റുകാരി ആണ് എന്നാണ് പറഞ്ഞത്. അത് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ആ ഫുൾ ഐഡന്റിറ്റി പുറത്ത് വിട്ടിട്ടില്ല. അദ്ദേഹം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനം എവിടെയാണ്, അവിടെ നടന്ന ഗൂഢാലോചന എന്താണെന്നുള്ള സിദ്ധാന്തമടക്കം അവരിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സകല ലിങ്കും അയാൾ പൊതുമധ്യത്തിൽ വെച്ചു. എന്നിട്ട് അവരെ വേട്ടയാടി പിടിക്കുകയാണ് ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളുടെയും സംഘം വേട്ടയാടി പിടിക്കുകയാണ് അവരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തേജോവധം ചെയ്യാൻ പാടുണ്ടോ? കാരണം അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ഒരു പുരുഷനല്ലേ. ആണുങ്ങളെ ഏത് രീതിയിലും തേജോവധം ചെയ്യാമെന്നാണോ? അപ്പൊ സ്ത്രീകളുടെ കാര്യങ്ങളിലെല്ലാം ഒരു സംരക്ഷണം വേണമെന്നും പുരുഷന്മാർ അവർ എത്ര നിരപരാധിയാണെങ്കിലോ, അവൾ കുറ്റം ചെയ്തുവെങ്കിലോ അതിനപ്പുറം കയറി അദ്ദേഹത്തെ കടന്നാക്രമിക്കുക, അതല്ലേ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുകയല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് വിധേനയും ഒരു യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരാണ്. 73% ഓരോ 4 മിനിറ്റിലും ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യാണ്. സ്ത്രീകൾ 33% മാത്രമേ ഉള്ളൂ. 73-33 എവിടെയാണ് അന്തരം കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യും, അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ കുടുംബത്തിലും നാട്ടിലും അവരെ തേജോവധം ചെയ്യുന്നു. എന്നാൽ പെണ്ണ് അതേ തെറ്റ് ചെയ്യുന്ന പെണ്ണിനെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ, പെണ്ണിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു കാരണവശാലും പുറത്തു വിടാൻ പാടില്ല. ശരി, ആ നിയമം അങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം പരാതികളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ പാടില്ല. നിങ്ങളുടെ വിയോജിപ്പ് തൽക്കാലം കയ്യിലിരിക്കട്ടെ, പുറത്തുവിടാൻ പാടില്ല. പുറത്തുവിട്ടാൽ അകത്തു പോകും, പുറത്തുവിട്ടാൽ അകത്തു പോകുമെന്ന് മനസ്സിലായോ എന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായോ ഇല്ലയോ? ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്ന് പറയുന്നത് കുഴപ്പം പിടിച്ച കളിയാണ്, നിങ്ങൾക്ക് മനസ്സിലായോ? അതാണ് എന്റെ ചോദ്യം. എന്താ രാഹുൽ ഈശ്വറിനെ മൂക്കിൽ കയറ്റി കളയുന്നാണോ? അദ്ദേഹം 2, 3, 4 ദിവസത്തിനകം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരും. അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരും ഞങ്ങൾ. നിങ്ങളല്ലെങ്കിൽ കുറെ ഭക്ഷണന്മാരെ മാലയിട്ട് സ്വീകരിക്കുന്നുണ്ട്, അതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല. നിങ്ങൾ 4, 3, 7 പേര് കൂടി ഏത് ഭക്ഷണന്മാരെ മാലയിട്ട് സ്വീകരിക്കും? ഈ പുറത്തിറങ്ങി വന്ന് ഈ ബെയിൽ കണ്ടീഷൻ ലംഘിച്ച പിന്നെയും പോകത്ത്. നിയമം ഈസ് നിയമം. താങ്കൾക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, താങ്കൾക്കെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ, താങ്കൾ ജയിലിൽ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ, അത് നിരപരാധിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ താങ്കളെയും മാലയിട്ട് സ്വീകരിച്ച് ഞങ്ങൾ കൊണ്ടുവരും. ഞാനങ്ങനെ നാട്ടിലുള്ള ആളുകളെ വലവീശി പിടിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് സെക്ഷലി അട്രോസിറ്റീസ് കാണിച്ച് അതിനുശേഷം വീരപരിവേഷണം നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും വേണ്ട.